പോലീസ് അസോസിയേഷൻ പുനർക്രമീകരണത്തിൽ സർക്കാർ ഉത്തരവിന് 3 ആഴ്ചത്തേക്ക് സ്റ്റേ. പോലീസ് അസോസിയേഷന്റെ പേരിലുള്ള 3 സംഘടനകൾ വെട്ടിച്ചുരുക്കി 2 സംഘടനയാക്കിയിരുന്നു. കൂടാതെ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഈ നടപടിക്കാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. രേഷ്മ, കനത്ത തിരിച്ചടിയാണ് സർക്കാരിന്റെ നടപടിക്ക്. വിവരങ്ങൾ. രാഖി, നേരത്തെ പോലീസ് അസോസിയേഷൻ തന്നെയാണ് ഹൈക്കോടതിയിൽ ഇത്തരം ഒരു ഹർജി നൽകിയത്. അതായത് ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവ് അത് പോലീസിന്റെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ളതാണ്. പോലീസിന്റെ അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാർലമെന്റിന് മാത്രമാണ് അധികാരമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരള പോലീസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജി ഇന്ന് പരിഗണിച്ച ഘട്ടത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ, അതായത് സർക്കാരിന്റെ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 ആഴ്ചത്തേക്കാണ് സ്റ്റേയുടെ കാലാവധി. ചില ചോദ്യങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ നിർത്തലാക്കിയ സംഘടനയുടെ സ്വത്തുവകകൾ അതിന്റെ അനുപാതം നിശ്ചയിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? DGPയുടെ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നത്? ഇതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് സർക്കാരിൽ നിന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത്. അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ച നടപടിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. എന്തായാലും 3 ആഴ്ചത്തേക്ക് ഈ സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇനി വിശദമായിട്ട് തന്നെ ഈ ഹർജിയിൽ വാദം കേൾക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നു. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ്. പോലീസ് അസോസിയേഷൻ പുനഃക്രമീകരണത്തിൽ സർക്കാർ ഉത്തരവിന് 3 ആഴ്ചത്തേക്ക് സ്റ്റേ നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്.